സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം. സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നും ഗണേഷ് പറഞ്ഞു. ഇനി എനിക്ക് കോടതിയിൽ ബഹുമാനമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിലേക്ക് പോകും. പിന്നെ മാത്രമല്ല CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി ഞാൻ നിയമവിദഗ്ധരുമായി ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കണ്ട് എൻ്റെ നിവേദനം ഞാൻ സമർപ്പിക്കും. കത്ത് കണ്ടിട്ടില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിന് കത്ത് ചോദിച്ചു വാങ്ങിയെന്ന് പറയണം. ആരോപണങ്ങൾ സംബന്ധിച്ച് ലോകായുക്തയ്ക്ക് തെളിവ് നൽകും. നിയമസഭ സത്യത്തിൻ്റെ വേദിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കാൻ എനിക്കൊരു ചുമതലയുണ്ട്. അത് ഞാൻ തെളിയിക്കും. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് നിയമസഭാ കക്ഷി യോഗത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നിയമസഭാ കക്ഷി യോഗത്തിൽ വിശദീകരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ മുന്നിലും ഉമ്മൻചാണ്ടി എൻ്റെ വാതിലടച്ചു. ഇനി എനിക്ക് എന്താണ് ഒരു മാർഗം? എനിക്ക് ജനകീയ കോടതിയിൽ പറയാം എന്നൊക്കെ പറയാം, പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. പോരാട്ടത്തിന് ആരുടെയും പിന്തുണ സ്വീകരിക്കും. ഒരു സ്വതന്ത്രനെ ജയിപ്പിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പാർട്ടി മാറണോ മുന്നണി മാറണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. BJP-യിലേക്ക് പോകുമെന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ്. എന്നാൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തന്നെ VS-ഉം പിണറായിയും BJP-യും പിന്തുണച്ചെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 21 മന്ത്രിമാർക്കും ചുറ്റുവട്ടക്കാർക്കുമല്ലാതെ സർക്കാരിനെ കൊണ്ട് ആർക്കും ഗുണമില്ല എന്നും ഗണേഷ് കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കൊല്ലം.